രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു അട്ടിമറിയായിരുന്നു നമ്മുടെ നീറ്റ് CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന അട്ടിമറി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്ത് നിരന്തരമായി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനെ സംബന്ധിച്ച് രാജ്യത്തെ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരത്തിലാണ്. SFIയും രാജ്യവ്യാപകമായ സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ SFI ബസ് ടു ബസ് സ്റ്റാൻഡ് ക്യാമ്പയിൻ, ലഘുലേഖ വിതരണം ഉൾപ്പെടെ CBSE സ്കൂളുകളുടെ മുന്നിലും കോച്ചിങ് സെൻ്ററുകളുടെ മുമ്പിലുമൊക്കെയും സംഘടിപ്പിച്ചു വരികയാണ്. ഇന്നലെ സംസ്ഥാനത്തെ 209 ഏരിയ കേന്ദ്രങ്ങളിൽ നമ്മുടെ BSNL ഓഫീസുകളും അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ SFI ധർണാ സമരം സംഘടിപ്പിച്ചു. ഇന്ന് 14 ജില്ലാ കേന്ദ്രങ്ങളിൽ SFI രാപ്പകൽ സമരം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് തുടങ്ങി നാളെ രാവിലെ 10 മണി വരെ, ഇന്ന് രാവിലെ 10 തൊട്ട് നാളെ 10 മണി വരെ എന്ന നിലയിൽ രാപ്പകൽ സമരത്തിന് സംസ്ഥാനത്തെമ്പാടും SFI നേതൃത്വം കൊടുക്കുകയാണ്. നാളെ ഒക്കുപ്പയിങ് സ്ട്രീറ്റ്സ് എന്ന ലേബലോടുകൂടി എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രകടനം, അതോടൊപ്പം മറൈൻ ഡ്രൈവിൽ നിന്നും മഹാരാജാസ് കോളേജിലേക്ക് പ്രകടനമായി അവിടെ ഒരു വലിയ വിദ്യാർത്ഥികളുടെ സംഗമം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി CBSEയുടെയും നീറ്റിൻ്റെയും ഈ അട്ടിമറിയിൽ ബാധിതരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം വളരെ ജെന്യൂനാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നീറ്റിൻ്റെ കാര്യത്തിലും CBSEയുടെ കാര്യത്തിലും ഉണ്ടാകണം. ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര MHRD മിനിസ്റ്റർ, രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് SFI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറൈൻ ഡ്രൈവിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് മഹാരാജാസിലേക്ക് എത്തുന്നതും അതോടൊപ്പം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, മുൻ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് P. രാജീവാണ്. അതോടൊപ്പം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി ആ പരിപാടിയിൽ പങ്കെടുക്കും. പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ സുനിൽ P. ഇളയിടം, മാധ്യമപ്രവർത്തകരായിട്ടുള്ള KJ ജേക്കബ്, ഹർഷൻ, അതോടൊപ്പം നിയമജ്ഞയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി MB ഷൈനിയും, നമ്മുടെ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഉൾപ്പെടെയുള്ളവർ ആ സമരത്തിൽ പങ്കെടുക്കും. ഈ സമരം രാജ്യവ്യാപകമായി നമ്മൾ നടത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് CBSEയിലും നീറ്റിലും നടന്നിട്ടുള്ള ഈ അട്ടിമറി കേവലം ഒരു ഏതെങ്കിലും തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വന്നിട്ടുള്ള അട്ടിമറി മാത്രമല്ല. ആ അട്ടിമറി മുൻപേ ഗൂഢാലോചനയുടെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗമായി വന്നിട്ടുള്ള വീഴ്ചയാണ്. CBSEയുടെ കാര്യത്തിലാണെങ്കിൽ കോംറ്റ് എന്ന കമ്പനിക്ക് 308 കോടി രൂപയ്ക്ക് അട്ടിമറിച്ച് നൽകിയിട്ടുള്ള ഈ പരീക്ഷ ക്രമക്കേടിൻ്റെ ഭാഗമായി പരീക്ഷ കൃത്യമായി നടപ്പിലാക്കിയെടുക്കുന്നതിനും അതിന് കൃത്യമായി മാർക്കിംഗ് സിസ്റ്റം ഉൾപ്പെടെ OSMലേക്ക് മാറ്റിയപ്പോൾ കോംറ്റ് എന്ന കമ്പനിയെ ഏൽപ്പിക്കുന്നത് വഴി കൃത്യമായി അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധത്തിലാണ് ഇത് കൈകാര്യം ചെയ്യപ്പെട്ടത്. ഈ കോംറ്റ് എന്ന കമ്പനിയെക്കുറിച്ച് CBSEക്ക് അറിയാഞ്ഞിട്ടല്ല. കേരളത്തിലെ കണ്ണൂർ സർവകലാശാല കോംറ്റ് എന്ന കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കോംറ്റ് എന്ന കമ്പനിക്ക് ഇത്തരം പരീക്ഷകളുടെ OSM കൃത്യമായി നടപ്പിലാക്കുന്നതിൽ, ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടപ്പിലാക്കുന്നതിന് വേണ്ടത്ര വിധത്തിലുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സാങ്കേതിക അസിസ്റ്റൻസ് അവർക്കില്ല എന്നുള്ളത് കണ്ണൂർ സർവകലാശാല കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ടിൽ അവർക്കെതിരെ ഇപ്പോഴും ഒരു കേസ് നടക്കുന്നുണ്ട്. രാജ്യത്തെ വിവിധ സർവകലാശാലകൾ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണ്. എന്നാൽ CBSEയിൽ ടെൻഡർ ക്ഷണിച്ച് അവർ മുന്നോട്ട് വെക്കുമ്പോൾ TCSഉം കോംറ്റുമാണ് വന്നതെങ്കിൽ കോംറ്റിന് 308 കോടി രൂപക്കാണ് ഇതിൻ്റെ ടെൻഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കരാർ കൊടുത്തിരിക്കുന്നത് ആ കരാർ ഏറ്റെടുത്തുള്ള കോംറ്റിന് ഇത് കൃത്യമായി ഒരു സ്കാനർ പോലും ഇല്ലാത്ത വിധത്തിലാണ് ഈ പരീക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. OSM നടപ്പിലാക്കാൻ കഴിയാത്തൊരു കമ്പനിക്കാണ് CBSE ഇത് നൽകിയിരിക്കുന്നത്. ഇത് മറ്റൊരു അട്ടിമറിയാണ്, മറ്റൊരു അഴിമതിയാണ്. അതും നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള സമരം നടക്കുന്നതിൻ്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ MHRD മിനിസ്ട്രിയിലേക്ക് SFI മാർച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി SFIയുടെ അഖിലേന്ത്യാ നേതൃത്വം തന്നെയും മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധം നാളെ എറണാകുളത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വളരെ ശക്തിയുക്തം ഈ വിദ്യാർത്ഥികളോടൊപ്പമാണ് SFI എന്ന് പ്രഖ്യാപിക്കും. ഇങ്ങനെ പറയുമ്പോൾ തന്നെയും മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾക്ക് നേരെ ഒരു വിമർശനം ചൂണ്ടിക്കാണിക്കാനുള്ളത്, രാജ്യത്ത് 7 വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടത്. അത് കേവല ആത്മഹത്യയല്ല, കൊലയാണ്. ഭരണകൂടം കൊലപ്പെടുത്തിയതാണ്. എന്താണ് ഈ കുട്ടികൾ ചെയ്ത തെറ്റ്? കേരളത്തിൽ ഐജ മഹേഷ്, കാസർഗോഡ് ഉദുമയിൽ നിന്നുള്ള ഐജ മഹേഷ് എന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുകയാണ്. റീനീറ്റ്, വീണ്ടും നീറ്റ് പരീക്ഷ എഴുതാനുള്ള കെൽപ്പ് തങ്ങൾക്കില്ല.
തങ്ങൾക്ക് അതിന് കഴിയുന്നില്ല, മാനസികമായി സമ്മർദ്ദം മൂലം ആ വിദ്യാർത്ഥിക്ക് അതിജീവിക്കാൻ കഴിയില്ല, ജീവനോടെ ഇരിക്കാൻ കഴിയുന്നില്ല എന്ന വിധത്തിലേക്ക് സ്വയം പ്രഖ്യാപിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥിനിക്ക്. അപ്പോൾ അതിനെ മുഖ്യധാരാ മാധ്യമങ്ങൾ തള്ളിക്കളഞ്ഞത് ശരിയായില്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് അത് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആ വിദ്യാർത്ഥിനിയോടുള്ള അനീതിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തെ 7ാമത്തെ ഇരയാണ് ഐജ മഹേഷ്. അതുകൊണ്ട് തന്നെ SFI ഇന്ന് കാസർഗോഡ് പോസ്റ്റ് ഓഫീസിലേക്ക് അവിടെ മാർച്ച് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക്. അത് സംസ്ഥാനമെമ്പാടും വ്യാപിപ്പിക്കാൻ തയ്യാറാകും. ഐജ മഹേഷിന്റെ മാതാപിതാക്കളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഇന്നലെ പാലാ ബ്രില്യന്റിലേക്ക് പോയപ്പോൾ കൂടെ SFI ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയും കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട്. പാലാ ബ്രില്യന്റിലും ചില വീഴ്ചകൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് SFI മനസ്സിലാക്കുന്നത്. കാരണം കുട്ടിയുടെ മാതാപിതാക്കൾ ഈ കുട്ടിക്ക് ഇത് തുടരാൻ കഴിയുന്നില്ല എന്ന് അറിയിച്ചപ്പോൾ മാതാപിതാക്കൾ പാലാ ബ്രില്യന്റിന്റെ മാനേജറോട്, അവിടുത്തെ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ മാനേജ്മെന്റ് വേണ്ടത്ര വിധത്തിൽ അത് ഗൗരവത്തോടെ കണ്ടിട്ടില്ല എന്നത് ഈ ആത്മഹത്യയിലേക്ക് വഴിവെക്കുന്നതിൽ പ്രധാന കാരണമായിട്ടുണ്ട്. അവിടെയും ഇത്തരം കോച്ചിങ് സെന്ററുകളുടെ പീഡനമുറകൾ, അവരുടെ ഈ വിജയ ശതമാനത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ ബലിയാടകളാക്കുന്നതും അവസാനിപ്പിക്കണം. ഐജ മഹേഷ് ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കാൻ കേരളം തയ്യാറാകണം എന്നുള്ളതാണ്. കേരളത്തിൽ നീറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറായി എന്നുള്ളതാണോ ആ കുട്ടി ചെയ്ത തെറ്റ് എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതും കൂടി പൊതുവിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത് രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസം ആകെ തകർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം വിചാരിച്ചാൽ ഇന്ന് അത് നിയന്ത്രണത്തിലാവാത്ത വിധത്തിലാണ്. രാജ്യത്ത് 1 ലക്ഷത്തിൽ കൂടുതൽ സ്കൂളുകളാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് അടച്ചുപൂട്ടപ്പെട്ടത് എന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയാകാത്തതും 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു സർക്കാർ സ്കൂളുകൾ പൂട്ടിയിട്ടില്ല എന്നുള്ള ചിന്തയും നമ്മളെ നയിക്കുന്നില്ല എങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഈ ഫെഡറൽ തത്വങ്ങൾക്കെതിരെയുള്ള അക്രമവും ഈ നാട്ടിലെ ഭരണഘടനയ്ക്കും അതോടൊപ്പം ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസം എന്ന ക്രമത്തെ പൂർണ്ണമായും സംഘപരിവാർ ഇല്ലാതാക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണക്കാരൻ ഈ നീറ്റും നെറ്റും ഒന്നും പഠിച്ച് എവിടെയും എത്തണ്ട. ഇതിൻ്റെയൊക്കെ സംവിധാനം പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പണമുള്ളവൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിലോ ഇതുവരെ കല്ലിടാത്ത ജിയോ യൂണിവേഴ്സിറ്റിയിലോ പണമുള്ളവൻ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് രാജ്യത്തെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമല്ല. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ ഗോഡി മീഡിയ അതിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ കേരളത്തിലെ മീഡിയ ഇപ്പോഴും സംഘപരിവാറിന് കീഴിൽ അടിയറവ് പറഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായും ആ നിലയിൽ കേരളത്തിൽ ഒരു ഫാബ്രിക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ആ ഐജ മഹേഷിന്റെ രക്തസാക്ഷിത്വം, ആ മരണം കേവലപരമായൊരു മരണമല്ല, അത് ഭരണകൂടം സമ്മാനിച്ചതാണ്, അവരെ തള്ളിവിട്ടതാണ്. ആ ഭരണകൂടത്തിനെതിരെയുള്ള സമരം കേരളത്തിലെ SFI ശക്തമായി സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായും അതിനെതിരെയുള്ള ജനരോഷം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. രാജ്യവ്യാപകമായിട്ടുള്ള ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായും ആ പിന്തുണ ഞങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. അതോടൊപ്പം ഇത്തരം കേന്ദ്ര സർക്കാരുകൾക്കെതിരെ നടത്തുന്ന സമരങ്ങളെ പോലും അടിച്ചമർത്താൻ കേരളത്തിലെ പോലീസ് തയ്യാറാവുന്നതായി ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പോലും കാസർഗോഡ് ലാത്തി ചാർജ് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്, ചില മാധ്യമങ്ങളിൽ കാണുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് വർഷങ്ങളെടുത്താണ്. ഇപ്പം ചിലർ സിംഗിൾ നീറ്റല്ല, റീനീറ്റും ഡബിൾ നീറ്റും ഒക്കെ ചെയ്യുന്നവരുണ്ട്. 2ഉം 3ഉം തവണ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റേഴ്സും റീറിപ്പീറ്റേഴ്സും ഒക്കെ ഉള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അവിടെയാണ് വിദ്യാർത്ഥികളോട് അവരെഴുതിയ പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതണം എന്ന് പറയുന്നത്. അതിലൊരു വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ കാണണം. അതിനെതിരെയുള്ള ആ ബോധത്തിനെതിരെയുള്ള സമരമാണ് SFI നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നാളെ എറണാകുളത്ത് മഹാസംഗമം ഉയരുന്നത്. അത് തുടർച്ചയിൽ നാടെമ്പാടും ഈ ഐജ മഹേഷിന്റെ രക്തസാക്ഷിത്വവും അവരുടെ മരണവും നാടെമ്പാടും അവരുടെ ഈ പറഞ്ഞ വിഷയത്തെ ഏറ്റെടുക്കുന്ന വിധത്തിൽ ഒരു ജനകീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. 23 ലക്ഷം പേരാണ് നീറ്റുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടത്. 13 ലക്ഷത്തിൽ കൂടുതലാണ് CBSEയുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടത്. ഇതൊക്കെയും വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ട് ഇടപെടാൻ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും CBSE കുട്ടികളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. നമ്മുടെ നാട്ടിൽ ഡിഗ്രി അഡ്മിഷൻ തുടങ്ങി, ഡിഗ്രി അഡ്മിഷനും മറ്റ് എല്ലാ പ്രൊസീജിയേഴ്സും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ CBSE വിദ്യാർത്ഥികളുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അവരെന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഉത്തരം കൊടുക്കാൻ രാജ്യത്ത് ആരുമില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കത്തയച്ചു എന്നാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത്. കത്തയച്ചത് കൊണ്ട് മാത്രം കാര്യമാകില്ല, അതിലിടപെടണം. അതിൽ എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി ഇടപെട്ട് രാജ്യത്തെ സർക്കാരിനോട് വേണ്ട നടപടികൾ ആവശ്യപ്പെടണം. ആ ആവശ്യം ഉയരുന്നില്ല എന്നുള്ള വിമർശനം കൂടി SFI മുന്നോട്ട് വെക്കുകയാണ്.
ഇത്രയും കാര്യമാണ് CBSE നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടും നാളത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത്. നാളെ എറണാകുളത്ത് എല്ലാവിധ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പിന്തുണയും ആ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ്.